അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ നമ്മുടെ ഹൃദയങ്ങളെ സ്ഫുടം ചെയ്യാനുള്ള സുവർണാവസരങ്ങളാണ്. നമ്മുടെ പെരുമാറ്റങ്ങളെ വൈശിഷ്ട്യ പെരുമാറ്റങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ ഹൃദയമാണ്. മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ ആസക്തികൾ ഒഴിവാക്കി വാശിയും വീറും വിച്ഛാടനം ചെയ്ത് ഹൃദ്യമായി പെരുമാറാൻ നമുക്ക് ശക്തിയായി ഭവിക്കുന്നത് നമ്മുടെ ഹൃദയപരതയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹു പറയുകയാണ്, സമ്പത്തോ സന്താനങ്ങളോ വ്യർത്ഥമായി തോന്നുന്ന ഉപകാരം ചെയ്യാത്ത മഹ്ശറിലേക്ക് നിങ്ങൾ വരുമ്പോൾ നല്ല ഹൃദയവുമായിട്ട്, സുരക്ഷിതമായ ഹൃദയവുമായിട്ട് കടന്നു വരുന്നവൻ ഭയപ്പെടേണ്ടതില്ല എന്ന് അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്. ആ സുരക്ഷിതമായ സലീമായ കൽബിനെയാണ് പരിശുദ്ധമായ റമളാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാന്മാരാകുന്ന തസവുഫിന്റെ പണ്ഡിതന്മാര് അമ്രാദുൽ ഖുലൂബ് അഥവാ ഹൃദയത്തിന്റെ മാരകമായ രോഗങ്ങളെ പരിചയപ്പെടുത്തുന്ന അധ്യായങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. അൽ ഹസദു വൽ ഹിഖ്ദു വൽ ഗളബു വൽ ഉജ്ബു വരിയാഉ അഥവാ അസൂയയാണ്, വൽ ഉജ്ബു പകയാണ്, വൽ ഹിഖ്ദു പകയാണ്, വൽ ഗളബു ദേഷ്യമാണ്, വൽ ഉജ്ബു അഹംഭാവമാണ്, വരിയാഉ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുന്ന അമലുകൾ. ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന മാരകമായ രോഗങ്ങളാണ് എന്ന് തസവുഫിന്റെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്. അതിൽ തന്നെ ആളുകളെ ഏറ്റവും അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അതിമാരകമായ രോഗമാണ് അൽ ഹസദു, അസൂയ എന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുകയാണ്. അതിന്റെ നിർവചനം ഇപ്രകാരമാണ്, തമന്നി സവാല നിഅമതി അൻ സ്വാഹിബിഹാ. അല്ലാഹു തആല ഒരാൾക്കൊരു അനുഗ്രഹം ചൊരിഞ്ഞാൽ ആ അനുഗ്രഹം ലഭ്യമായ ആളിൽ നിന്ന് അത് നീങ്ങിപ്പോകട്ടെ എന്ന് നാം ആഗ്രഹിക്കലാണ് അസൂയ എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. ഒരു സമൂഹത്തിൽ ലാ യസാലു നാസു ബിഖൈരിൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ, ഒരു സമൂഹത്തിൽ, ഒരു നാട്ടിൽ, ഒരു വിഭാഗത്തിനിടയിൽ എപ്പോഴും നന്മയുണ്ടായിക്കൊണ്ടേയിരിക്കും. മാലം യതഹാസദു, അവർ പരസ്പരം അസൂയ വെക്കാത്ത കാലത്തോളം എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസൂയയുടെ ലക്ഷണങ്ങൾ പോലും പരിശുദ്ധ ദീന് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഒരു മുഖപ്രസന്നത അവർക്കുണ്ടാവുകയില്ല, ഒരു ബശാശത്തുൽ വജ്ഹ് അവർക്കുണ്ടാവുകയില്ല, അവർ ആരോടും ചിരിക്കുകയില്ല. അങ്ങനെയുള്ള മുഖഭാവത്തോടെ സംസാരിക്കുന്നവരായിരിക്കും ഹസദിന്റെ, അസൂയയുടെ വക്താക്കൾ. മാത്രമല്ല, അവർ സലാം പറയാൻ മടി കാണിക്കുന്നവരായിരിക്കും, അവർ സലാം കൊണ്ട് സംസാരം തുടങ്ങാത്തവരായിരിക്കും എന്ന് രേഖപ്പെടുത്തിയത് കാണാം. മറ്റൊന്ന്, സഹായ മനോഭാവം അവർക്കുണ്ടാവുകയില്ല, മറ്റൊരാളെ സഹായിക്കണമെന്ന മനസ്സ് അവർക്കുണ്ടാവുകയില്ല. മറ്റൊന്ന്, വേറൊരാളുടെ നേട്ടങ്ങളെ അവർ കാണുകയില്ല. ഒരാളുടെ ജീവിതത്തിൽ 98% നന്മകളാണെങ്കിൽ ആ നന്മകളെ ഈ പറയപ്പെട്ട വിഭാഗക്കാര് കാണുന്നില്ല. മറിച്ച് അവൻ ചെയ്ത ഏതെങ്കിലും ഒരു തിന്മയെ ആളുകൾക്കിടയിൽ അത് പ്രചരിപ്പിക്കുകയും അവനെ വഷളാക്കുകയും ചെയ്യുന്ന മോശ സ്വഭാവക്കാരായിരിക്കും അസൂയയുടെ വക്താക്കൾ എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. ഈ അസൂയയുടെ വക്താക്കൾ അവരുടെ ജീവിതത്തിൽ ഒരു ഖൈറും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം, ഖൈർ അവരെ തൊട്ട് അകന്നകന്ന് പോകുമെന്ന് ഹദീസുകളിൽ കാണാം. മാത്രമല്ല, അവരുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. ഒരു കവി ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഹസദ് കി ആഗ് മേ ജൽകർ ഖുശ് നഹി ഹോതാ ജോ അപ്നെ ദിൽ മേ ഖയാലോം കാ സാംപ് പാലേ ഹൈ. ഈ അസൂയക്കാർ അവരുടെ മനസ്സിൽ എപ്പോഴും തീനാളങ്ങളായിരിക്കും. മാത്രമല്ല, വിഷസർപ്പങ്ങളെ ഊട്ടുന്നവരായിരിക്കും, മനസ്സിൽ വളർത്തുന്നവരായിരിക്കും അസൂയയുടെ വക്താക്കൾ എന്ന് കവി പോലും ഉണർത്തുകയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പാരായണം ചെയ്തു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ. അല്ലാഹു തആല പറയുകയാണ്, ഈ ആകാശത്തിന് താഴെ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും അവർക്കുള്ള മഈശത്ത്, അവർക്കുള്ള ഉപാധികൾ, ജീവിത മാർഗങ്ങളെ ഞാനാണ് വീതിച്ചു നൽകിയത് എന്ന് അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്. ഒരാൾക്ക് നല്ല വീട് ലഭ്യമായാൽ അത് അല്ലാഹു നൽകിയതാണ്. ഒരാൾക്ക് നല്ല മക്കളെ കിട്ടിയാൽ അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഒരാൾക്ക് നല്ല പേരും പ്രശസ്തിയും ഉണ്ടായാൽ അത് അല്ലാഹു നൽകിയതാണ്. ഈ ആയത്ത് ഓതിയതിൽ പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഹസദിന്റെ, അസൂയയുടെ കണികകളെ മൊത്തമായി പാടെ വിച്ചാടനം ചെയ്തു എന്ന് മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു പറയുന്നതായിട്ട് കാണാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് വെളിച്ചം വീശേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്, ഈ അസൂയയിൽ നിന്ന് ഒരു പരിഹാരം നിങ്ങൾക്ക് അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇദാ റഅ അഹദുക്കും മിൻ അഖീഹി മാ യുഅ്ജിബുഹു, നിങ്ങളുടെ സഹോദരന് ഒരു നന്മ ലഭ്യമായാൽ, ഒരു അനുഗ്രഹം ലഭ്യമായാൽ നിങ്ങളെ അത് അത്ഭുതപ്പെടുത്തുകയും ചെയ്താൽ, അതായത് അസൂയ വെക്കുമാറ് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനിൽ ഒരു അത്ഭുതത്തെ നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഫൽയദഉ ലഹു ബിൽ ബറക, അവന്റെ അടുത്തു ചെന്ന് അവന് വേണ്ടി ബറക്കത്തിന്, അഭിവൃദ്ധിക്കായി ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ബാറക്കല്ലാഹ്,
മാഷാ അള്ളാഹ്, നിനക്കല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ, നിനക്കല്ലാഹു അഭിവൃദ്ധി ചൊരിയട്ടെ എന്ന് അവന് ദുആ ചെയ്തു കൊടുക്കണം. അങ്ങനെ നീ ചെയ്താൽ അവന് നൽകിയതിന്റെ ഇരട്ടി അള്ളാഹു നിനക്കും നൽകുമെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റമളാൻ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ഓഫ് ഹ്യൂമൻ ലൈസ് ഇൻ ദി പ്യൂരിറ്റി ഓഫ് ഹാർട്ട് എന്ന് പറയപ്പെടാറുണ്ട്. ഒരു മനുഷ്യന്റെ മഹത്വം കുടികൊള്ളുന്നത് അവന്റെ ഹൃദയ വിശുദ്ധിയിലാണ് എന്ന് ചിന്തകന്മാർ പറയാറുണ്ട്. അള്ളാഹു തആല ഈ അസൂയ എന്ന മാരകമായ രോഗത്തിൽ നിന്ന് നമുക്ക് അള്ളാഹു കാവൽ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സൽസ്വഭാവികളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ റമളാന്റെ അനുകൂല സാക്ഷികളിൽ അള്ളാഹു ചേർക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.